ബഹുമാനപ്പെട്ടതാകുന്ന സയ്യിദുൽ ഉലമയുടെ ജീവിതം അത്തരത്തിലാണ്. രാവിലെ മുതൽ തുടങ്ങുന്നതാകുന്ന സബുക്കുകൾ നൂറുകണക്കിന് മുത്തഅല്ലിമീങ്ങൾക്ക് വിജ്ഞാനം പകർന്നു കൊടുത്തുകൊണ്ട് നിലകൊള്ളുന്നവർ കേവലം ഒരു സയ്യിദ് മാത്രമല്ല, അറിവിൻ്റെതാകുന്ന നിറകുടത്തിലേക്ക് കൃത്യമായി എത്തിച്ചേർന്ന ആലിമും ഫഖീഹും തഖിയും നഖിയുമായ വ്യക്തിയായി ബഹുമാനപ്പെട്ടവർ നിലകൊള്ളുകയാണ്. അതുകൊണ്ടാണ് ഇന്നുള്ളതാകുന്ന വിശ്വാസികൾ, കേരള മുസ്ലിമീങ്ങൾ ഒന്നടങ്കം വലിയതാകുന്ന താല്പര്യത്തോടുകൂടി, ഇഷ്ടത്തോടുകൂടി, അതിരറ്റ ബഹുമാനത്തോടുകൂടി ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ കാണുന്നത്. മിനിഞ്ഞാന്ന് തുടങ്ങിയതാകുന്ന കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങിയ ഈ മനോഹരമാക്കപ്പെട്ട ശതാബ്ദിയുടെ സന്ദേശയാത്ര അൽഹംദുലില്ലാഹ് ഇന്നലെ തിരുവനന്തപുരത്തും കൊല്ലത്തും അതിന്റെ മനോഹരമാക്കപ്പെട്ട യാത്ര തുടങ്ങി ഇന്ന് പത്തനംതിട്ടയിലെ പന്തളത്ത് വെച്ചുകൊണ്ടും വളരെ മനോഹരമായ സ്വീകരണം കഴിഞ്ഞ് ഈ വിനീതന്റെ നാട്ടിൽ കോട്ടയം ജില്ലയിലെ സ്വീകരണം കഴിഞ്ഞിട്ട് തങ്ങളവറുകൾ ഇൻഷാ അല്ലാഹ് മഗ്രിബ് നമസ്കാരത്തോടനുബന്ധിച്ച് നമ്മുടെ ഈ സദസ്സിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലാഹു അവർക്ക് ദീർഘായുസ്സ് നൽകട്ടെ. ഇന്നലെ രാത്രി 10 മണി സമയമാകുമ്പോൾ കൊല്ലം ജില്ലയിലെ സദസ്സിലിരിക്കാൻ, രാത്രി 11:30-12 മണിക്കാണ് അവിടുന്ന് അല്പം വിശ്രമിക്കാൻ വേണ്ടി കിടക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കാരം പതിവാക്കി ഖുർആൻ ഓതി ദിക്റിൻ്റെതാകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് തനിക്ക് മഹത്തുക്കളാകുന്ന മഹാരഥന്മാർ ബഹുവന്ദരാകുന്ന മർഹൂം ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ മഹാനുഭാവനടക്കമുള്ളതാകുന്ന മഹത്തുക്കൾ കൊടുത്തിട്ടുള്ള അദ്കാറുകൾ കൃത്യമായി പതിവാക്കി ആ വിറുദുകളും ഔറാദുകളും ശ്രദ്ധ വെച്ച് കൃത്യമായി ജീവിതത്തെ ക്രമപ്പെടുത്തി മനോഹരമായ സംശുദ്ധമായ ജീവിതം നയിച്ചാണ് ബഹുമാനപ്പെട്ടവർ പോകുന്നത്. ഒരു വഖത്ത് പോലും ഖളാ ആക്കാതെ നമസ്കാരങ്ങളെ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തി നമ്മുടെ ജീവിതത്തിന്റെ കാവലായി, ദീനിൻ്റെതാകുന്ന കാവൽ ഭടന്മാരായി ബഹുമാനപ്പെട്ടവർ നിലകൊള്ളുകയാണ്. അല്ലാഹുർക്ക് ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രത്യേകമായി സദസ്സിൽ ഞാൻ ദുആ ചെയ്യുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ചുരുക്കുകയാണ്.